മൂത്ത് ചുമന്ന സൈസുള്ള കാന്താരിമുളക് ഇതുപോലെ ഓരോന്ന് എടുത്തിട്ട് അതിനെ സെലക്ട് ചെയ്ത് കത്തി കൊണ്ടൊന്ന് ചെറുതായിട്ട് കീറി കൊടുക്കണം. നല്ല മൂത്ത അരികൾ കണ്ട അതിനകത്ത്. ഒരു മുളകിനകത്ത് നിന്ന് ഒരു 15 മുതൽ 20 അരി വരെ നമുക്ക് കിട്ടും. വളരെ കെയർഫുള്ളായിട്ട് എടുത്തിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ വെക്കണം. ഇനി നമുക്കൊരു ഐസ്ക്രീമിൻ്റെ ഒക്കെ കിട്ടുന്ന ബോക്സ് ഇല്ലേ, അതിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇപ്പോൾ അരി വെതറിയിട്ട ആ ടിഷ്യൂ പേപ്പർ ഇതിനകത്തേക്ക് പതുക്കെ അങ്ങ് വെക്കണം. മുളകിൻ്റെ അരി സ്കാട്ടർ ചെയ്തിടണം കേട്ടോ. ഒട്ടിപ്പിടിച്ചും കൂടിയൊക്കെ കിടന്ന് കഴിഞ്ഞാലേ അത് കിളിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പാടായിട്ട് വരും. അതുകൊണ്ട് അരി ഇതുപോലെ ഏതെങ്കിലും പേനയോ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി. സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ ഇട്ടോണം. എല്ലാ വിധം ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു ടിഷ്യൂ പേപ്പറും കൂടി എടുക്കണം. അത് ഇതിൻ്റെ മുകളിലേക്ക് പതുക്കെ വെച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ വിത്ത് പാകിയതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ ഇതുപോലെ വെക്കുകയാണ്. ഈർപ്പം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഇനി സ്പ്രേ ചെയ്യുകയാണ്. ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്ക് സ്പ്രേ ചെയ്താൽ മാക്സിമം വെറ്റായിട്ട് തന്നെ നിലകൊള്ളും. നമ്മൾ പാകിയിട്ടുള്ള വിത്ത് എളുപ്പത്തിൽ മുളയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളം സ്പ്രേ ചെയ്യുന്നത്. ഇനി ആ ബോക്സ് പതുക്കെ ടൈറ്റായിട്ട് അടയ്ക്കണം. എയർ ടൈറ്റായിട്ട് അടച്ചിട്ട് ചെറിയ ചൂട് കിട്ടുന്ന എവിടെയുണ്ടോ അവിടെ ഈ ബോക്സ് കൊണ്ടേ വെക്കുക. വിത്തുകൾ മുളച്ച് വരുന്നതിന് ചെറിയ ചൂടും ആവശ്യമാണല്ലോ.